പാലക്കാട് DCC അധ്യക്ഷൻ ശ്രീ എ തങ്കപ്പൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ എ തങ്കപ്പൻ, നിങ്ങളുടെ MLA കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് പാർട്ടി കാണുന്നത്? അങ്ങനെ ഒരു ആരോപണമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി അതിനനുസരിച്ച് ഇത് ചെയ്യും. അദ്ദേഹം ആണെങ്കിൽ നമുക്കറിയില്ലല്ലോ, അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വ്യക്തത വരട്ടെ. ഇനി എവിടെ നിന്ന് വ്യക്തത വരുമെന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായി കോൺഗ്രസ് ഇടപെടും. ഇനി എവിടെ നിന്ന് വ്യക്തത അല്ല ആവട്ടെ, അങ്ങനെ ആണെങ്കിൽ വ്യക്തത ഉണ്ടെങ്കിൽ പ്രതികരിക്കും. അല്ല അങ്ങനെ ആണെങ്കിൽ കോൺഗ്രസ് പ്രതികരിക്കും, വേണ്ടത് ചെയ്യും. തർക്കം വേണ്ട. അത് ആ വ്യക്തത വരാൻ കോൺഗ്രസിന് ആവശ്യമുള്ളത് ഇനി എന്താണ്? ആവട്ടെ, അത് പാർട്ടി നേതാക്കന്മാരുണ്ട്, സീനിയർ നേതാക്കന്മാരുണ്ട്, KPC പ്രസിഡന്റ് ഉണ്ട്, അവർ പ്രതിപക്ഷ നേതാവുണ്ട്. അവർക്ക് നോക്കിയിട്ട് അതങ്ങനെയാണെങ്കിൽ അവർ അത് വേണ്ടത് ചെയ്യും. ശരി, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ട്. അങ്ങനെ ഒരു നിർദ്ദേശം പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടിയിട്ടില്ല. അങ്ങേക്ക് വ്യക്തിപരമായ ഒരു ആവശ്യവുമില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല. ശരി, ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പാർട്ടിയെയും പാർട്ടിയുടെ MLAയും കുറിച്ച് വരുന്ന ആരോപണങ്ങളെ കുറിച്ച് അങ്ങേക്ക് ഒന്നും പറയാനില്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം ഉണ്ടെങ്കിൽ പറയാം, കിട്ടട്ടെ, വ്യക്തത വരട്ടെ, എന്നിട്ടല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. വരട്ടെ, അപ്പൊ ഉണ്ടെങ്കിൽ ഇല്ലാത്തതാണോ എന്ന ബോധ്യമെങ്കിലും അങ്ങേക്കുണ്ടോ? അല്ല ആവട്ടെ, ഇല്ല, എനിക്ക് അതിന്റെ വ്യക്തത വന്നാൽ ഞാൻ 100% പ്രതികരിക്കും. അങ്ങേക്ക് എപ്പോഴാണ് അതിന്റെ വ്യക്തത വരിക? വ്യക്തത വരാൻ അങ്ങേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രീ എ തങ്കപ്പൻ? അല്ല ആവട്ടെ, അതിന്റെ ഡീറ്റെയിൽസ് വരട്ടെ. ഇതിന് മുമ്പ് ഇതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് അതിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വരട്ടെ, വന്നാൽ ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കാം. ശരി, നിങ്ങളുടെ MLAയുടെ ഓഫീസിലേക്ക് ഇന്നലെ പ്രതിപക്ഷ സംഘടനകളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെയും പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. അതെന്തിനു വേണ്ടിയായിരുന്നു ശ്രീ എ തങ്കപ്പൻ? BJPയുടെ മാർച്ചിനെ കുറിച്ച് നോക്കണ്ട. അത് അദ്ദേഹം MLA അന്ന് തൊട്ട് എല്ലാ ദിവസവും ഒരു കാര്യം വന്നാലും മാർച്ചാണ്. അവരെപ്പോഴും മാർച്ചാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ട് നോക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ MLA ആണ് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി അതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കാം. പാർട്ടി പ്രാപ്തിയുണ്ട്, അതിന് നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്, അത് വേണ്ട ചെയ്യും. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ ഒരു അരമണിക്കൂറിന് മുൻപ് വിശദമായ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. തൊണ്ടയിൽ പുഴുത്തതെല്ലാം ഇറക്കേണ്ടതില്ല, അത് കർക്കിച്ചു തുപ്പിക്കളയണം എന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായി. ഇപ്പൊ കുറച്ചു മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് RV സ്നേഹ യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ കുറിച്ച് പാർട്ടി വ്യക്തത വരുത്തണം എന്നെങ്കിലും പറയുന്നുണ്ട്. അങ്ങ് ഇത്രയും മുതിർന്ന നേതാവല്ലേ, ഇതിൽ വ്യക്തത വരുത്തണം എന്നെങ്കിലും അങ്ങേക്ക് പറയാനായില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്കിത് അറിയുന്നത്. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് എന്താ വേണ്ടത് പറഞ്ഞോളാം. ശ്രീ എ തങ്കപ്പൻ, അങ്ങനെ പറയരുത്. കാരണം ജനം കേട്ടോണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ കേൾക്കുന്ന ആരോപണവും ശക്തമായ വെളിപ്പെടുത്തലുകളും ഉണ്ടായത് ഈ വിഷയത്തിലാണ്. അങ്ങനെ പൊതുപ്രവർത്തകനാണ്, മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ഇതുവരെ അങ്ങയുടെ ചെവിയിലേക്ക് ഇത് എത്തിയില്ല എന്ന് പറയുന്നത് തന്നെ കള്ളമാണ്. അറിയേണ്ട കാര്യമില്ല. എല്ലാ കള്ളമല്ല, അത് വന്നിട്ട് ഉണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാം. അങ്ങ് ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലേ? അങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ഒരു ആരോപണവും കേട്ടിട്ടില്ലേ? ഈ ആരോപണം പറഞ്ഞത് നേരത്തെ എത്രയോ ആരോപണം വന്നു. അതൊക്കെ ആദ്യമ്പോൾ നമ്മൾ പോയത് കഥ അറിഞ്ഞില്ലല്ലോ, അത് ആവിയായി പോയില്ലേ, ഒരു ആരോപണം ഉണ്ടായിരുന്നില്ലല്ലോ. വരട്ടെ, ആ കറക്റ്റായിട്ട് വ്യക്തതയായ ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ നോക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാരുണ്ട്, KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവുണ്ട്, അതുപോലെ തന്നെ AIC നേതാക്കന്മാരുണ്ട്. അവർ ചെയ്യും. അതല്ലെങ്കിൽ DCC പ്രസിഡന്റ് പറയേണ്ടതോ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തിരിക്കും. ശ്രീ എ തങ്കപ്പൻ, കുറച്ചു നാളുകൾക്ക് മുമ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രാത്രിയും പകലുമില്ലാതെ പണിയെടുത്ത ഒരുപാട് ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ അതിന് നേതൃത്വം നൽകിയ ഒരാളാണ് അല്ലെ? അങ്ങനെ നിങ്ങൾ കയ്യും മയ്യും മറന്ന് വിയർപ്പൊഴുക്കി നേടിക്കൊടുത്ത വിജയത്തിന് പാർട്ടിക്ക് തിരികെ കിട്ടുന്നത് ഇതാണ്. നിങ്ങൾക്ക് യാതൊരു ആത്മരോഷവുമില്ല. നിങ്ങൾ ഇതുവരെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടേയില്ല. നിങ്ങൾ ഈ ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് മുൻപ് വന്ന ആരോപണങ്ങൾ, മുൻപ് എത്ര ആരോപണം വന്ന് അതൊക്കെ പോയില്ലേ, അതുപോലെ അങ്ങ് പോയേക്കും എന്ന രീതിയിലാണ് ഇപ്പോഴും ഇതിനെ കാണുന്നത് അല്ലെ? നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? ആരും സംരക്ഷിക്കുന്നില്ല, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തത വന്നാൽ 100% ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ പറയേണ്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. ശ്രീ എ തങ്കപ്പൻ, വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. DYFIയുടെ ഒരു നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നതെങ്കിൽ, പാലക്കാട്ടുള്ള ഒരു നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നെങ്കിൽ ആ വ്യക്തത വരട്ടെ, എന്നിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നോ? അല്ല, അതും അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ഒരാളെ അനാവശ്യമായിട്ട് ഓടി പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ എന്താണെന്ന് നമ്മൾ അറിയണ്ടേ, അറിഞ്ഞിട്ട് വേണ്ടേ പറയണേ. വ്യക്തത വന്നാലല്ലേ ആർക്കെതിരാണെങ്കിൽ പ്രതികരിക്കാൻ പറ്റൂ.
അല്ലാതെ കോൺഗ്രസിൻ്റെയോ നേതാക്കന്മാരുടെയോ ഇന്നലെ വരെ പേരേ പറഞ്ഞില്ല. ഇന്നാണ് ഒന്നോ ചാനലിൽ പേര് പറയുന്നുണ്ട്. അപ്പോൾ വരട്ടെ, നോക്കാം. അല്ല, ഈ പേര് പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് വരാനിരിക്കുന്നത്? വരട്ടെ എന്ന് പറയുമ്പോൾ എന്തോ വരാനിരിക്കുന്നുണ്ടല്ലോ. പേര് പറയുന്നതിനപ്പുറത്തേക്ക് എന്ത് വരും എന്നാണ് വിചാരിക്കുന്നത്? അല്ല, ഞാൻ ചോദിട്ടെ മേഡം, ഇന്നലെ വരെ ഒരാളുടെ പേര് പോലും പറഞ്ഞില്ല. ഇന്നാണ് പേര് പറയുന്നത്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇതൊന്നും അറിഞ്ഞില്ല. പേര് പറയുന്നൊക്കെ അങ്ങ് കേട്ടു അല്ലേ? ഇതൊന്നും അങ്ങനെയല്ല. അത് വരട്ടെ, വന്നു കഴിഞ്ഞ ശേഷം ഇനി എന്ത് വരട്ടെ എന്നാണ് ശ്രീ എ തങ്കപ്പൻ. ഇനി എന്താണ് വരിക? ആ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുക്കണോ? അങ്ങനെയൊന്നുമില്ല എന്നവർ പറഞ്ഞു. അല്ല, അത് നമ്മുടെ നേതാക്കന്മാരുണ്ടല്ലോ, KPCCയും അതുപോലെ പ്രതിപക്ഷ നേതാവ് MLA ആണല്ലോ. അത് എന്റെ ഒതുങ്ങുന്ന കാര്യമല്ല. നേതാവല്ലേ? പാലക്കാട് ഘടക അങ്ങയുടെ സംഘടനാ സംവിധാനത്തിന് കീഴിലല്ലേ? ആ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങല്ലേ? അങ്ങ് DCC അധ്യക്ഷനല്ലേ? അതെ. അല്ല, ആവട്ടെ മേഡം, അതല്ല, വരട്ടെ. ഇതിനകത്ത് ഒന്നുകൂടി ഇതിനെന്താണെന്ന് ക്ലിയർ ആക്കിയതിനു ശേഷം പ്രതികരിക്കാം. ഇത് ക്ലിയർ ആക്കേണ്ടത് നിങ്ങളാണ് ശ്രീ എ തങ്കപ്പൻ. ഇത് ക്ലിയർ ആക്കേണ്ടത് ഇനി പാർട്ടി നേതൃത്വമാണ്, വേറെ ആരുമല്ല. അല്ലല്ല, ഇത് വ്യക്തത വരാനുണ്ടല്ലോ, ഇനിയും വരാനുണ്ട്. ഇനി വരാനുള്ള വ്യക്തത എന്താണെന്നാണ് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇനി എന്ത് വ്യക്തതയാണ് അങ്ങയുടെ പാർട്ടിയും കാത്തിരിക്കുന്നത്? നോക്കാമെന്നോ? ഒരൊറ്റ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റോ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണത്തിലോ ആരെങ്കിലും ഒരാൾ, ഇപ്പം RV സ്നേഹ, ഡോക്ടർ ജിൻഡോ ജോൺ തുടങ്ങിയ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് എന്നതിനപ്പുറത്ത് അത് അവരുടെ ആത്മവേദനയാണ് പറയുന്നത്. അവനവൻ പണിയെടുക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, അവനവൻ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നുറക്ക സംസാരിക്കാനുള്ള ആത്മബലം കിട്ടാൻ വേണ്ടിയുള്ള നിലവിളിയാണ് ചില നേതാക്കളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും അല്ലെ, ഇതങ്ങ് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ്. അങ്ങനെയല്ല. ഇത് വന്ന ഉറപ്പായി പ്രതികരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം, പോരെ? അതായത് അങ്ങും കാത്തിരിക്കുന്നത് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണെന്നാണ് ഞാൻ ഇത്രയും ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ എ തങ്കപ്പൻ ഞങ്ങളോട് സംസാരിച്ചതിന്.